ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. സ്വാഗതം ഞാൻ കിടന്ന് ഭയങ്കര ഒച്ചപ്പാടാണ്. എന്നോട് ഒച്ചിത്തിരി കുറക്കണം. എന്റെ കാറിലുകൊണ്ട് തന്നെ എല്ലാവർക്കും ചെവി അടിച്ചു പോകുന്നൊക്കെയാണ് സുനിച്ചേട്ടനും സുധുവും പറയണത്. സുധു ഇവിടെ നിൽക്കണുണ്ട്. എല്ലാ വീഡിയോയിലും ഞാൻ ഒറ്റക്കല്ലേ ഇൻട്രോ എടുക്കണത്. ഇന്ന് നിങ്ങൾ അച്ഛനും അമ്മയും കൂടി ഇൻട്രോ എടുക്കുന്നൊക്കെ പറഞ്ഞിട്ട് സുധപ്പനും ഇവിടെ മാറിയിട്ടുണ്ട് കേട്ടാ. അപ്പൊ നമുക്കിന്ന് നമ്മുടെ പണിക്കാര് ചേട്ടന്മാരുണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് സുനിച്ചേട്ടനല്ല ഉദ്ദേശിച്ചത്, നമ്മുടെ വീട്ടിലെ പണിക്കുള്ളതൊക്കെ നമ്മുടെ അടുക്കളയിലും എനിക്കിന്ന് ഹെൽപ്പിന് ആളുണ്ട്. നമ്മുടെ ഇവിടെ പച്ചക്കറികളൊക്കെ തന്നെ നമ്മുടെ സ്ലാവ് നിരത്തുമ്പോ തന്നെ നിങ്ങൾക്ക് അറിയാലോ, അവിയൽ അല്ലെങ്കിൽ സാമ്പാർ അല്ലെങ്കിൽ സുനിച്ചേട്ടൻ്റെതായ എന്തെങ്കിലും ഒരു പരീക്ഷണക്കറി ആയിരിക്കും എന്ന് അറിയാലോ. പിന്നെ പ്രത്യേകിച്ചൊന്നുമില്ല, നമ്മുടെ സൂപ്പർ സാമ്പാർ. കഴിഞ്ഞ നമ്മുടെ ഒരു വീഡിയോയിൽ പറഞ്ഞില്ലേ, സാമ്പാറിന് മൂവാറ്റുപുഴയുടെ പറവൂരിന്റെയും സ്റ്റൈൽ കൊടുക്കണമെന്ന്. അതാണ് ജന്മനാടും വിടൂല, ജീവിക്കണ സ്ഥലവും വിടൂല. ഞങ്ങള് ആ ഒരു ടച്ച് ഞങ്ങൾ രണ്ടിലും കൊടുക്കുമല്ലോ ഏട്ടാ. തീർച്ചയായിട്ടും ഇപ്പൊ പരിപ്പ് എടുത്തിട്ടപ്പോഴേ കുറച്ച് പരിപ്പിട്ട് അത് കഴിഞ്ഞപ്പോ എന്നോട് കുറച്ചും കൂടി ഇട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞു ഇതെന്താണ് ഇപ്പൊ ഞാൻ പരിപ്പ് വേണോന്നല്ലേ ചോദിച്ചെന്ന് പറഞ്ഞ പറയണേ, നിങ്ങൾ രണ്ടുപേരും ഉണ്ടല്ല, 2 ദിവസം നിങ്ങക്ക് സാമ്പാർ കഴിക്കാല്ലാന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് സാമ്പാർ റെഡിയാക്കാൻ പോണേണ്. അതിനു മുമ്പ് നമുക്ക് കുറച്ച് അകത്ത് പണികളൊക്കെ ഉണ്ട്. ഒന്ന് റനം വരെയൊക്കെ അടിച്ചിടാനുണ്ട്. പിന്നെ സുനിച്ചേട്ടന് വണ്ടിയൊക്കെ ഒന്ന് മാറ്റി വെക്കണം. സുധപ്പന് സുനിച്ചേട്ടനോട് വണ്ടി മാറ്റി വെക്കാൻ പോകുന്നുണ്ട്. അങ്ങനെ മുറ്റം അടിക്കണം. അങ്ങനെയുള്ള നമ്മുടെ കുറച്ച് ദിവസങ്ങളായിട്ടുള്ള രാവിലത്തെ കുറച്ച് പണികളുണ്ട്. എൻ്റെ രാവിലത്തെ കുറച്ച് പണികൾ ഇന്ന് നിങ്ങളോട് സഹായിച്ച് ചേട്ടന്മാർ വന്നേക്കുമ്പോഴേക്ക് ഒന്ന് സെറ്റാക്കി ഇടണം. പൊടി നമുക്ക് ഇങ്ങോട്ട് കയറാതിരിക്കാൻ വേണ്ടിയിട്ട് ചവിട്ടി കാര്യങ്ങളൊക്കെ ഇട്ട് ഇങ്ങനെ സെറ്റപ്പ് ആക്കാനുണ്ട്. അപ്പൊ ഞങ്ങൾ പോയിട്ട് ആദ്യം അത് സെറ്റാക്കി വന്നിട്ട് നമുക്ക് അടുക്കളയിൽ കാണാം അല്ലേ. അപ്പൊ റെഡിയാക്കി വെക്കാം. അച്ഛനും മോനും കൂടി അങ്ങനെ വണ്ടിയൊക്കെ ഒന്ന് ഒതുക്കി പെറുക്കി വെക്കാന്നൊക്കെ പറഞ്ഞിട്ട് ചേട്ടൻ്റെ മുറ്റത്തേക്ക് വെക്കാനായിട്ട് പോകണ്ടിട്ട 2 വണ്ടിയും സൈക്കിളും ഒക്കെ അങ്ങോട്ട് ഒതുക്കി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ആ ചേട്ടന്മാർക്ക് വന്ന് പണിയെടുക്കുമ്പോൾ അവർക്ക് വണ്ടി ഒരു തടസ്സമാവൂലല്ല എന്ന് പറഞ്ഞ് അങ്ങോട്ട് നീക്കണുണ്ട്. അപ്പോഴേക്കും ഞാൻ വേഗം തന്നെ നമ്മുടെ ഇറാനും പെരയും കാര്യങ്ങളൊക്കെ ഒന്ന് അടിച്ചൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടാ. ഇനിയിപ്പോൾ അടിച്ചൊക്കെ ഇട്ട് ഒന്ന് സെറ്റായി കിടന്നാൽ വൃത്തിയായി കിടക്കുമല്ലോ. നമ്മുടെ പച്ചമുളകും തോട്ടത്തിൽ നിന്ന് പച്ചമുളക് പറിക്കണേണ്ട എല്ലാ ദിവസവും നമ്മൾ 2 വീട്ടിലേക്കും ആവശ്യമുള്ളപ്പോൾ മാത്രം ഞങ്ങൾ വന്നിട്ട് പറിച്ചെടുക്കട്ടെ. അപ്പൊ ഇന്ന് നോക്കിയപ്പോൾ നമ്മുടെ കാന്താരി ചെടിയൊക്കെ നല്ല അടിപൊളിയായിട്ട് സെറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ വെള്ളക്കാന്താരി, പച്ചക്കാന്താരി പൊട്ടിക്കാനുണ്ട്. അപ്പൊ ഇത്രയും കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഈ കാന്താരി മുളക് നമുക്ക് പച്ചയും അതിലുള്ളത് കൂടി കൂട്ടിയിട്ട് നമുക്ക് ചൊറുക്കയിലിടാം. മറ്റേത് നമുക്ക് കറിക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതേ ചേട്ടനവിടെ സാമ്പാർ വെക്കുമ്പോൾ നമ്മൾ ഫ്രഷ് പച്ചമുളകും വേപ്പലയും എടുക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോഴാണ് ഞാൻ ഓർത്ത് നിങ്ങളെ കാണിച്ചു തരാം. ഞാൻ ഇതിനു മുമ്പ് ഈ പച്ചമുളകിൻ്റെ ഇതൊക്കെ സെറ്റ് ചെയ്ത സമയത്ത് കാണിച്ചു തന്നില്ലേ. ഇത് ഇനി കുറച്ചും കൂടി നമുക്ക് പണിയൊക്കെ കഴിഞ്ഞിട്ട് ഒന്നും കൂടി വിപുലമാക്കണം. നമ്മുടെ അടുത്ത് ഉണ്ടാവുമെന്ന് കാണുമ്പോൾ നമുക്കത് ചെയ്യാനായിട്ടൊരു ഉത്സാഹം ഉണ്ടാവുമല്ലോ കേട്ടോ. ഉണ്ടാവുമല്ലോ കേട്ടോ. അപ്പം അങ്ങനെയുണ്ട്. ഇവിടേക്ക് ഉണ്ട് കുറച്ച്. നമുക്ക് വേണ്ട നല്ല കുരുമുളകൊക്കെ നല്ലതായിട്ട് തിരിയിട്ടിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം തരക്കേടില്ലാത്ത രീതിയിൽ തിരിയിട്ടിട്ടുണ്ട്. ഇതൊന്നായി കിട്ടിയാൽ മതി. ഇനി അപ്പം വേഗം കൊണ്ട് ചേട്ടന് പച്ചമുളക് കൊടുക്കാം, സാമ്പാറാക്കാം. നമ്മുടെ സുനിച്ചേട്ടനോട് പ്രകൃതിയായിട്ടുള്ള പാചകത്തിലാണ് കേട്ടോ. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ ചേട്ടനെല്ലാം ഇങ്ങനെ ഒരുക്കി റെഡിയാക്കി വെച്ചതിന് ശേഷം മാത്രം പാചകം തുടങ്ങുള്ളൂ കേട്ടോ. അങ്ങനെ ഇന്ന് വറുത്തരച്ച സാമ്പാറാണ്. അതിന് വേണ്ടിയിട്ട് തേങ്ങയും അല്ലേട്ടാ, തേങ്ങ, ഉണക്കമുളക്, ചേട്ടൻ്റെതായ കുറച്ച് പൊടിക്കൈകൾ, എന്തൊക്കെ ഞങ്ങൾക്ക് പൊടികളൊക്കെ കിട്ടോ അതൊക്കെ ഞങ്ങളിടും. സാമ്പാറിന് ടേസ്റ്റ് ഉണ്ടായാൽ മതിയല്ല അല്ലേ? അതെ അതെ, കാരണം അറിയാൻ പറ്റൂല നമ്മൾ എന്തായിട്ടെന്ന് അറിയാൻ പറ്റൂലല്ലോ. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് കഴിഞ്ഞിട്ട് വേണം അടുത്തത് എൻ്റെ അപ്പം ഉണ്ടാക്കാനായിട്ട്. ഞാൻ അപ്പത്തിന്റെ മാവ് ഇങ്ങനെ ക്യൂവിൽ നിൽക്കണ പോലെ ഏറ്റവും ലാസ്റ്റായിട്ട് നിൽക്കണേണ്. അപ്പൊ അങ്ങനെ സംഭവങ്ങളൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നതാണ്. നമ്മുടെ വറുത്തരച്ചുള്ള കിടുക്കാച്ചി സാമ്പാറിന് വേണ്ടിയിട്ട് ഞങ്ങൾ കട്ട വെയിറ്റിങ്ങിലാണ്. ദേവിടെ ആൾക്കാർക്ക് ഇരിക്കണോടാ സാമ്പാറത്തിന്റെ ടേസ്റ്റ് ചെയ്യാൻ കിട്ടും. അച്ഛനാണെങ്കിൽ സാമ്പാർ എപ്പോൾ വെച്ചാലും മോനി ടേസ്റ്റ് ചെയ്യാൻ ഫസ്റ്റ് കൊടുക്കോട്ടാ. എനിക്ക് മോൾക്ക് ഏതാണ് മോള്? ഈ വീട്ടിലെ മോള് ഏതാണ്? എനിക്ക് അറിയാൻ പാടില്ല. എനിക്ക് മോളില്ല, മോള് ഞാൻ. അപ്പൊ അങ്ങനെയാണ് നമ്മുടെ അടുക്കളയിലെ പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതേ പുറത്താണെങ്കിൽ അമ്മ നിൽപ്പുണ്ടേട്ടോ. അവിടെ അമ്മ കാന്താരി മുളക്, പച്ച കളറിലെ കാന്താരി മുളക് പറിച്ചു തരാന്ന് പറഞ്ഞിട്ട് വന്ന് നിൽക്കുന്നുണ്ട്. വെള്ള സുധു പൊട്ടിച്ചപ്പോ പച്ച അമ്മയാണ് എടുക്കാൻ പറഞ്ഞ മൂർത്തിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ നോക്കട്ടെ, അമ്മ എടുക്കട്ടെ എന്തായാലും.
അപ്പോഴേക്കും നമ്മുടെ സാമ്പാറിൻ്റെ പരിപാടി തകൃതിയായിട്ട് നടക്കട്ടെ അല്ലേ കേട്ടാ. ഷെഫിന് നോക്കാനുള്ള നേരവും കൂടി ഇല്ല. കരിഞ്ഞ സാമ്പാറായിട്ട് പോകും. അപ്പം എന്തായാലും നടക്കട്ടെ പരിപാടി. പിന്നെ ഉണ്ടല്ലോ ഇന്നത്തെ സാമ്പാറിന് വേണ്ടിയിട്ട് തക്കാളിയും എല്ലാവരും വെണ്ടയ്ക്കയും കൂടി വയറ്റി മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ സാമ്പാർ ഉണ്ടാക്കിയപ്പോൾ എല്ലാം കൂടി ഇട്ട് പോയപ്പോൾ കൂടി അങ്ങോട്ട് കുഴഞ്ഞു പോയെന്നും പറഞ്ഞിട്ടാണ് ഇന്നതേ അങ്ങനെ മാറ്റിയൊക്കെ വെക്കണുണ്ട്. ചില സമയത്ത് അങ്ങനെയൊക്കെ മാറ്റി വെക്കാറുണ്ടല്ലോ നമ്മൾ. പിന്നെ ഇന്നത്തെ കായത്തിനൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ. നമ്മളിന്ന് തമിഴ്നാട്ടിലെ കായപ്പൊടി കൊണ്ടാണ് സാമ്പാർ ഉണ്ടാക്കണത്. അതും ഇന്നത്തെ കറിയുടെ ഒരു സ്പെഷ്യൽ ഹൈലൈറ്റ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് ചേട്ടൻ എന്തേ അങ്ങനെ അരപ്പ് കാര്യങ്ങളൊക്കെ ഞാൻ അരച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അരപ്പ് ചേട്ടനെ കൊണ്ട് അങ്ങനെ ഞാൻ അരപ്പിക്കാറില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ മിക്സി എടുത്തിട്ടുണ്ടെങ്കിൽ അടുക്കള മുഴുവനും പൂക്കളും ഇട്ട് തരും. ഓണം ആവണേക്ക് മുമ്പ് തന്നെ അടുക്കളയിൽ പൂക്കളിടാൻ ഞാൻ ആഗ്രഹിക്കാത്തത് കൊണ്ട് തന്നെ ഞാൻ വേഗം തന്നെ സംഭവമൊക്കെ ഒന്ന് അരച്ച് റെഡിയാക്കിയൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അരക്കണ സമയത്ത് എന്നെ ഇങ്ങനെ വിളിച്ച് വേഗം വേഗം വാ വീഡിയോ എടുക്കുക, നല്ല അടിപൊളിയാണെന്ന് ഒക്കെ പറഞ്ഞിട്ട്. ഇത് ഞാൻ ചെയ്യണ സമയത്ത് തുഞ്ചേട്ടനാണ് വീഡിയോ എടുക്കണേ കുറച്ചും കൂടി ഭംഗിയുണ്ടാവും കേട്ടോ. അച്ഛനും മോനും വീഡിയോ എടുക്കാനും ഫോട്ടോ എടുക്കാനും ഒക്കെ ഒരു പ്രത്യേക കഴിവുണ്ട്. അത് പറയാതിരിക്കാൻ പറ്റില്ല. അവരെടുക്കണ ഫോട്ടോസും വീഡിയോസും ഒക്കെ സൂപ്പർ ആയിരിക്കുള്ളൂ കേട്ടോ. പിന്നെ ദേ എൻ്റെ ഏറ്റവും പുറകിൽ ക്യൂവിൽ നിന്നിരുന്ന അപ്പത്തിൻ്റെ മാവിനെ ഞാൻ ദേ ഫ്രണ്ടിലേക്ക് എത്തിയിട്ടുണ്ട്. കാരണം കറിയുടെ പരിപാടിയൊക്കെ ഏകദേശം കഴിയാറായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഇനി അപ്പം റെഡിയാക്കണം. കാരണം നമ്മുടെ പണിക്കാരൻ ചേട്ടന്മാരൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്ക് ചായ കാര്യങ്ങളൊക്കെ കൊടുക്കാനുള്ളത് കൊണ്ട് തന്നെ ഇന്ന് അവർക്ക് സുനിച്ചേട്ടൻ്റെ സ്പെഷ്യൽ കറി കൂട്ടിയിട്ട് ചായ കുടിക്കാനുള്ളൊരു ഭാഗ്യം ഉണ്ടായിട്ടുണ്ടായി. അപ്പോൾ അവരിന് വീഡിയോ കാണുമ്പോഴായിരിക്കുമല്ലോ ഓർക്കണത് ഇങ്ങനെയൊക്കെ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നെന്നുള്ളത്. അങ്ങനെ ദേ നമുക്ക് നമ്മുടെ പാത്രത്തിൽ തന്നിട്ടുണ്ട് കേട്ടോ ടേസ്റ്റ് ചെയ്യാനായിട്ട്. ഇതെന്നും ഇവിടെ ഉള്ളൊരു പരിപാടിയാണ്. എന്ത് കറി വെച്ചാലും ശരി അത് ഞങ്ങൾക്കുള്ള പങ്ക് ഞങ്ങൾക്ക് ഇങ്ങോട്ട് തന്നിട്ട് ഞങ്ങളൊന്ന് ആസ്വദിച്ച് കഴിച്ചതിന് ശേഷം മാത്രമേ ചായയുടെയും ചോറിൻ്റെയും കൂടെയൊക്കെ കഴിക്കാറുള്ളൂ കേട്ടോ. നിങ്ങളും അങ്ങനെ തന്നെയാണെന്നൊക്കെ പറയണേ. നമ്മുടെ ഈ സുനിച്ചേട്ടനുള്ള സമയത്തുള്ള സാമ്പാറും കറികളുടെയും അടുക്കളയിലെ വിശേഷങ്ങളും കാണിക്കുന്ന വേറൊന്നും കൊണ്ടല്ല കേട്ടോ. ഇതൊക്കെ ഞങ്ങളുടെ രാവിലെ നടക്കുന്ന കൊച്ചു സന്തോഷങ്ങളാണ്. പിന്നെ സുനിച്ചേട്ടൻ ഇങ്ങനെ സഹായിച്ചൊക്കെ തരണയൊക്കെ കാണുമ്പോൾ ഏതെങ്കിലും ചേട്ടന്മാർക്കൊക്കെ ഒന്ന് ഭാര്യമാരെയൊക്കെ സഹായിക്കാൻ തോന്നിയാലാന്നും കൂടി ഓർത്തിട്ടാണ് കേട്ടോ. അങ്ങനെ ഇപ്പം എല്ലാവരും പരസ്പരം അങ്ങാടും ഒക്കെ സഹായിച്ചൊക്കെ തന്നെയാണ് ചെയ്യണേന്നറിയാം. എന്നാലും ഇനി ആരെങ്കിലും മടിച്ച് നിൽക്കുന്നുണ്ടെങ്കിൽ കടന്നു വരൂ. അങ്ങനെ വേഗം തന്നെ അടുക്കളയിലിട്ട് കടന്നു വന്ന് എല്ലാവരും കൂടി ഒരുമിച്ച് ചെയ്യുമ്പോൾ ഒരുമിച്ചിരുന്ന് കഴിക്കുമ്പോൾ ഓരോക്കെ സുഖം, അതൊരു പ്രത്യേക സുഖമാണ്. അങ്ങനെ ദേ ഞങ്ങൾ 3 പേരും കൂടി അടുക്കളയിൽ തന്നെ ഇരുന്നാണ് കഴിക്കണേട്ടോ. അടുക്കളയിൽ തന്നെ ഇരുന്ന് കഴിച്ച് ഇനി വേണം നമ്മുടെ ചേട്ടന്മാർക്ക് വേണ്ടിയിട്ടുള്ള ദോശയൊക്കെ റെഡിയാക്കാനായിട്ട്. അവർക്ക് ദോശയും സാമ്പാറും നമുക്ക് വെള്ളയപ്പവും സാമ്പാറും ആയിരുന്നു കേട്ടോ. അപ്പോൾ ദേ നമ്മൾ തേങ്ങയൊക്കെ റെഡിയാക്കി വെച്ച് തേങ്ങയൊക്കെ ഉച്ചക്കലത്തെ കറിക്കുള്ള റെഡിയാക്കി വെച്ചപ്പോഴേക്കും നമ്മുടെ സുതപ്പൻ വന്ന് അതെടുത്തുകൊണ്ട് കൊണ്ടിട്ട് കഴിക്കാനായിട്ട്. അങ്ങനെ പിന്നെ ഞങ്ങൾക്കൊന്ന് പുറത്ത് പോകാനുണ്ടായിരുന്നു. പിന്നെ പുറത്തേക്ക് പോയി. സുതപ്പനാണെങ്കിൽ അവിടെ കളിക്കാനൊന്നും ഇന്ന് മഴ ആയതുകൊണ്ട് പോയിട്ടില്ല. ആളവിടെ വീട്ടിലുണ്ട്. അങ്ങനെ ദേ ഞങ്ങളൊന്ന് പുറത്ത് പോയിട്ട് വരാം. അപ്പം നമ്മുടെ കൊച്ചു വീഡിയോ ഒക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടാനുണ്ടാന്ന് പറയണേ. അപ്പം നമുക്കിനി അടുത്ത വീഡിയോ കാണാം കേട്ടോ. ഓക്കെ, ബായ്.